ടെലിവിഷൻ പ്രേക്ഷകരെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കയോടുകൂടി കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം 24 കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെ അന്വേഷണത്തിലൂടെ പുറത്തു വരികയാണ്. ഈ വിവരം ഒരുപക്ഷെ കേരളത്തിലെ ടെലിവിഷൻ ലക്ഷക്കണക്കിന് വരുന്ന ടെലിവിഷൻ പ്രേക്ഷകരെ അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്നതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നമുക്കറിയാം, ഒരു ധാരാളം ടെലിവിഷൻ ചാനലുകളുള്ള നാടാണ് നമ്മുടേത്. അതിലിടെ തന്നെ ന്യൂസ് ചാനലുകൾ ധാരാളമുണ്ട്. ഈ ന്യൂസ് ചാനലുകളുടെ ജനപ്രിയത അളക്കാൻ ഈ രാജ്യത്ത് ഒരേ ഒരു സംവിധാനമേ ഉള്ളൂ. പല പ്രേക്ഷകർക്കും അതിനെക്കുറിച്ച് അറിയാം. അതാണ് നമ്മൾ റേറ്റിംഗ് അളക്കുന്ന ബാർക്ക് എന്ന സംവിധാനം. ബാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ബ്രോഡ്കാസ്റ്റേഴ്സ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ എന്നാണ്. അതായത് കേരളത്തിലേക്കോ ഈ രാജ്യത്തെയോ പ്രധാനപ്പെട്ട ചാനലുകളിലേക്ക് പരസ്യം എത്താൻ നമ്മൾ ഈ രാജ്യത്ത് മാനദണ്ഡമാക്കുന്ന ഒരേ ഒരു സംവിധാനം അതാണ് ബാർക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രേക്ഷകരുടെ പിന്തുണ ഉറപ്പാക്കുന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിലാണ് മാതൃകാപരമായി ബാർക്ക് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ബാർക്കിനകത്ത് ഈ ടെലിവിഷൻ റേറ്റിംഗിൽ കൃത്രിമം നടത്തുന്നുണ്ട് എന്നുള്ള സംശയം പല സമയങ്ങളിലായി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പല വാർത്താ ചാനലുകൾക്കും ഈ സംശയം ഉണ്ടായിട്ടുണ്ട്. പലരും ഈ കാര്യത്തിൽ മൗനം തുടരുകയോ അല്ലെങ്കിൽ പുറത്തു പറയാൻ സംശയിക്കുകയോ ഒക്കെ ചെയ്തു. ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എന്താണ് ബാർക്ക് എന്ന സംവിധാനത്തിന് പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ സംവിധാനത്തിലൂടെ നമ്മളുടെ ജനപ്രിയത അളക്കുന്നത് ശരിയായ മാനദണ്ഡങ്ങൾ പ്രകാരമാണോ, ശരിയായ രീതികളിലാണോ, ശാസ്ത്രീയമായ സത്യസന്ധമായ രീതിയിലാണോ എന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരു അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മളെ നടുക്കുന്ന, നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. ബി ദിലീപ് കുമാർ, നമുക്ക് അതിലേക്ക് പോവാം. ഗോപികൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം ജനങ്ങളെ, പ്രേക്ഷകരെ നമ്മൾ അറിയിക്കേണ്ടത് എന്താണ് ഈ ബാർക്ക് എന്ന് പറയുന്നത്. ബാർക്ക് എങ്ങനെയാണ് ഈ റേറ്റിംഗ് എന്നുള്ള ടെലിവിഷൻ ഇൻഡസ്ട്രിയുടെ വിധി നിർണ്ണയിക്കുന്ന, റേറ്റിംഗ് നിശ്ചയിക്കുന്ന ആ നിലയിലേക്ക് ബാർക്ക് എങ്ങനെ എത്തുന്നു എന്നത് സംബന്ധിച്ച് ആദ്യം ബാർക്ക് എന്ത് എന്നത് നമുക്ക് നോക്കി വരാം. ടെലിവിഷൻ ചാനലുകളുടെ ജനപ്രിയതയുടെ അടിസ്ഥാനമായി ഇന്ത്യയിലെ പരസ്യദാതാക്കൾ ആശ്രയിക്കുന്നത് ബാർക്ക് റേറ്റിംഗിനെയാണ്. ബാർക്ക് അഥവാ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിലാണ് ബാർക്ക് റേറ്റിംഗ് നിശ്ചയിക്കുന്നത്. ടെലിവിഷൻ കാഴ്ചക്കാരുടെ എണ്ണം, അവർ കാണുന്ന പരിപാടികൾ, ചാനലുകൾ എന്നിവ ശാസ്ത്രീയമായി അളക്കുകയും റിപ്പോർട്ട് ചെയ്യുകയാണ് ബാർക്ക് ചെയ്യുന്നത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് വ്യവസായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ് ബാർക്ക്. ബ്രോഡ്കാസ്റ്റർമാർ, പരസ്യദാതാക്കൾ, പരസ്യ മാധ്യമ ഏജൻസികൾ എന്നിവരെ പ്രതിനിധീകരിക്കുന്ന സംഘടനകൾ സംയുക്തമായി സ്ഥാപിച്ച സ്ഥാപനമാണ് ബാർക്ക്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ, ഇന്ത്യൻ ഏജൻസീസ് അസോസിയേഷൻ, ദി ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർടൈസേഴ്സ് എന്നിവരുടെ സംയുക്ത പ്ലാറ്റ്ഫോമാണ് ബാർക്ക്. 2010 ജൂലൈ 9 ബാർക്ക് നിലവിൽ വന്നത്. അതിനു മുമ്പ് വരെ ടാം അഥവാ ടെലിവിഷൻ ഓഡിയൻസ് മെഷർമെന്റ് എന്ന സ്വകാര്യ ഏജൻസിയാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത്. ടാമിനെ പറ്റി വന്ന പരാതികളെ തുടർന്നാണ് ബാർക്കിന്റെ പിറവി. പരസ്യദാതാക്കൾക്കും ചാനലുകൾക്കും മീഡിയ ഏജൻസികൾക്കും അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബാർക്ക് റേറ്റിംഗ് വളരെ നിർണായകമാണ്. ബാർക്ക് റേറ്റിംഗ് എന്നത് ഒരു ടെലിവിഷൻ ചാനൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിപാടി എത്രത്തോളം ജനപ്രിയമാണ് എന്ന് അളക്കുന്ന ഒരു സൂചികയാണ്. ഇത് സാധാരണയായി TRP അഥവാ ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ തിരഞ്ഞെടുത്ത നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമായി വിവിധ വീടുകളിൽ പീപ്പിൾസ് മീറ്ററുകൾ രഹസ്യമായി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മീറ്ററുകൾ ആ വീട്ടിലെ ആളുകൾ ഏത് ചാനലാണ് ഏത് സമയത്താണ് കാണുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഈ മീറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ദിവസവും ബാർക്ക് ശേഖരിക്കുന്നു. രാജ്യത്തെ ടെലിവിഷൻ കാഴ്ചക്കാരുടെ രീതികളെ പ്രതിനിധീകരിക്കുന്ന ഒരു ചെറിയ സാമ്പിൾ മാത്രമാണ് ഈ തിരഞ്ഞെടുത്ത വീടുകൾ. ഈ സാമ്പിൾ ഡേറ്റ വിശകലനം ചെയ്ത് ഇന്ത്യയിലെ മൊത്തം പ്രേക്ഷകരുടെ കാഴ്ചാശീലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ബാർക്ക് അനുമാനിക്കുന്നു. ഈ കണക്കാണ് റേറ്റിംഗ് ആയി പ്രസിദ്ധീകരിക്കുന്നത്. ആഴ്ചതോറുമുള്ള കണക്കുകളായി ബാർക്ക് ഈ റേറ്റിംഗുകൾ പ്രസിദ്ധീകരിക്കുന്നു. എന്നാൽ സമീപകാലത്ത് പല ക്രമക്കേടുകളും ബാർക്ക് റേറ്റിംഗുകളിൽ നടക്കുന്നതായി കണ്ടെത്തിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ഇപ്പോൾ പ്രേക്ഷകർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.